വേദനയുടെ നടുവിലും പുഞ്ചിരിയോടെ നിത്യതയിലേക്ക് യാത്രയായ സന്യാസിനിയുടെ നാമകരണ നടപടിക്ക് ആരംഭം. ഘോരമായ വേദനയുടെ നടുവിൽ പുഞ്ചിരിയോടെ നിത്യതയിലേക്ക് യാത്രയായി ആഗോള ശ്രദ്ധ നേടിയ കർമ്മലിത്ത സന്യാസിനി സിസ്റ്റർ സിസിലിയായെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഉത്തരവിൽ അർജന്റീനിയൻ രൂപത ഒപ്പുവെച്ചു. കർമ്മലൈറ്റിൻ ഓഫ് സാന്റാഫി സന്യാസിനിയായ സിസ്റ്റർ സിസിലിയയുടെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതിനായുള്ള ആദ്യപടിയായി അർജന്റീനയിലെ സാന്താ ഫെഡില വെരാക്രൂസ് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനോയാണ് പ്രാഥമിക ഉത്തരവിൽ ഒപ്പുവെച്ചത്. കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അവളുടെ സാക്ഷ്യം പല ഹൃദയങ്ങളെയും ഉണർത്തുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് സെർജിയോ പ്രസ്താവിച്ചു. 26-ാം വയസ്സിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിസിലിയ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ തീരുമാനിച്ചത്. തുടർന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ച് കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്കിടെ സിസ്റ്ററിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിക്കുകയായിരുന്നു. എന്നാൽ ക്യാൻസറിന് സിസ്റ്ററിന്റെ ക്രിസ്തുവിനുള്ള വിശ്വാസത്തെയും പ്രത്യാശയെയും തകർക്കാൻ കഴിഞ്ഞില്ല. രോഗം ഗുരുതരമായി കിടപ്പിലാകുന്നതിന് മുൻപ് വരെ വയലിനിൽ പ്രാർത്ഥനാഗീതങ്ങൾ വായിക്കുന്നത് സിസ്റ്ററെ മുടക്കിയിരുന്നില്ല. മരണത്തോടടുക്കുന്ന ഓരോ വേളയിലും കന്യാസ്ത്രീയുടെ പുഞ്ചിരി അനേകരെ അത്ഭുതപ്പെടുത്തി. മരിച്ച നിമിഷം പുഞ്ചിരി അതിന്റെ നെറുകയിലെത്തിയിരുന്നു. രോഗത്തിന്റെ കഠിനവേദനയിലും മരണത്തിനു മേലുള്ള ക്രിസ്തുവിന്റെ വിജയം നൽകുന്ന പ്രത്യാശയുടെ സന്തോഷമാണ് കന്യാസ്ത്രീയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നെന്നാണ് അന്ന് നേരിട്ട് കണ്ട പലരും അഭിപ്രായപ്പെട്ടത്. 2016 ജൂൺ 23-നാണ് സിസ്റ്റർ സിസിലിയ നിത്യതയിലേക്ക് യാത്രയായത്. ആശുപത്രിയിൽ ക്യാൻസറിന്റെ കടുത്ത വേദനകൾ അറിഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോഴും പുഞ്ചിരി പ്രതിഫലിപ്പിച്ച 43 വയസ്സുകാരിയായ സിസ്റ്റർ സിസിലിയയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു.